വരുമോ നിൻ തിങ്കളേ തിങ്കളേ. കമോൺ രാജീവ്, ഈ വിജനമായ ഇടം എന്തുകൊണ്ടും നമ്മുടെ കൂടിക്കാഴ്ചയ്ക്ക് പറ്റിയ സ്ഥലമാണ്. എനിക്ക് ഒത്തിരി സംസാരിക്കണ്ടോ രാജീവ്? ആരോടും പറയാൻ വയ്യാത്ത പല രഹസ്യങ്ങളുണ്ട്. കം രാജീവ്, പ്ലീസ്. കണ്ടില്ലേ എന്തൊരു ശാന്തത. പ്രകൃതി പോലെ നമ്മുടെ സംസാരത്തിന് കാതോർത്ത് കാത്തിരിക്കുക. എന്നെന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? തിടുക്കം വേണ്ട, നമുക്ക് മുന്നിൽ ഒരുപാട് സമയം കിടക്കുമല്ലേ. അങ്ങനെ കളയാനൊന്നും എനിക്ക് സമയമില്ല. എനിക്ക് പോണം. എനിക്കറിയാം ധൃതി ഉണ്ടാവുമെന്ന്. എങ്ങനെയില്ലാതിരിക്കും? സുന്ദരിമാരിൽ സുരസുന്ദരിയായ റീത്ത കാത്തിരിക്കുമ്പോൾ ഒരു നിമിഷം പോലെ കളയാൻ രാജീവിനാവില്ല. സർ, ദയവായി ഇത്തരം വർത്തമാനം അവസാനിപ്പിക്കണം. എന്താ, ഞാൻ പറഞ്ഞ നേരല്ലേ? അവളെ കാണാതെ നിനക്കൊരു നിമിഷം പോലെ ഇരിക്കാൻ വയ്യ. അറിയാവടോ, സ്റ്റീഫൻ മണ്ടനൊന്നുമല്ല. എന്റെ എല്ലാമായിരുന്നു റീത്ത. എന്റെ റാണി, എന്റെ സ്വപ്നം, എന്റെ സ്വത്ത്, എല്ലാം. ഇന്ന് അതൊക്കെ നിന്റെയാ. നീ വെട്ടിപ്പിടിച്ചു. ഞാൻ തോറ്റ രാജാവ്. നാടും കൊട്ടാരും റാണിയും നഷ്ടപ്പെട്ട നാടുവഴി. മണ്ടൻ, മരമണ്ടൻ. സാറേ, ഈ രീതിയിലുള്ള വർത്തമാനം പറയാനാണെങ്കിൽ ഞാൻ പോകുന്നു. നീ പോയില്ല. നിന്നെ ഞാൻ വിടില്ല. ഇത് നിന്റെ ശ്മശാനമാ. കൊല്ലാനാ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. അവളെ കൊന്ന് എനിക്കും മരിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ അവള് രക്ഷപ്പെട്ടു. പകരം നിന്റെ ജീവൻ ഞാൻ എടുക്കും. സർ, പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. സാറ് കരുതുമ്പോൾ ഒന്നുമില്ല അല്ലേ? എന്റെ റീത്തയ്ക്ക് നീ ഒരു സമ്മാനം കൊടുത്തല്ലോ, നിന്റെ ഒരു സന്തതിയെ. അത് പിന്നെ എന്താടാ? അവൾ പ്രസവിക്കട്ടെ, പക്ഷേ അവളുടെ കുഞ്ഞിനെ കാണാൻ നീ ഭൂമിയിൽ ഉണ്ടാവരുത്. വേണ്ട, പറഞ്ഞില്ലേ? വേണ്ട, പറയട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട, പറയട്ടെ. ശിവസന വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട, 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 വേണ്ട. ദ്രോഹി. അയ്യോ, ശിവസാറേ, ദ്രോഹി. പോലെ അങ്ങോട്ട് പോലെ. ശിവസാറേ, 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 ശിവസാറേ. സ്റ്റീഫൻ സാറേ, സ്റ്റീഫൻ സാറേ, അയ്യോ, സ്റ്റീഫൻ സാറേ. എന്തുപറ്റി? രാജീവ് എന്താ വല്ലാതിരിക്കുന്നേ? അതിന് വഴിയിലൊരു ആക്സിഡന്റ്. റോഡിൽ കിടന്ന ഒരാളെ എടുത്ത് ഹോസ്പിറ്റലാക്കി.
ഞാൻ പേടിച്ചു. സ്റ്റീഫനും രാജീവും ഒന്നിച്ചാണല്ലോ പോയത്. വല്ല പ്രശ്നം ഉണ്ടായോ എന്ന് ഞാൻ കരുതി. നീ എന്താടാ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല. ആ, നീ അറിഞ്ഞോ ഒരു മർഡർ കേസ്? രാവിലെ തന്നെ SP-യുടെ ഫോൺ ആദ്യം വന്നു. ഇന്നലെ ആരോ കൊലപ്പെടുത്തിയതാണ്. ഞാൻ പോയി ഡെഡ് ബോഡി കണ്ടു. മുഖം വ്യക്തമല്ല. നിനക്കിതെന്ത് പറ്റിയടാ? എന്തെങ്കിലും സ്പെഷ്യൽ ന്യൂസ് അറിഞ്ഞാ പിന്നെ എടുത്തു ചാടി ഓടി കവർ ചെയ്യാൻ പോകാറുള്ള ആളാ ഇപ്പൊ ഇങ്ങനെ. നിന്റെ ഭാവം കണ്ടിട്ട് വിവരം നേരത്തെ അറിഞ്ഞ പോലെ ഉണ്ടല്ലോ. SP നിന്നെയും വിളിച്ചിരുന്നു അല്ലേ? പ്ലീസ് ജയൻ, രാവിലെ തന്നെ ഒരു മർഡർ ന്യൂസ്. ജയനൊന്ന് പോകുന്നുണ്ടോ? ആളെങ്ങനെ? താടിയൊക്കെ ഉണ്ടോ? മുഖം വ്യക്തമല്ലാത്തോണ്ട് അതൊന്നും അറിയാൻ പറ്റില്ല. ആ രാജീവ്, നീ വരുന്നില്ലേ? ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് ക്യാമ്പിൽ നിന്നും പോലീസ് ഡോഗ് ഇപ്പോൾ വരും. കൊലപാതകയെക്കുറിച്ച് ചില തുമ്പുകൾ തെളിവായി കിട്ടിയിട്ടുണ്ടെന്നാ SP അറിയിച്ചത്. രാധാകൃഷ്ണ, ഓ ഇറങ്ങി വാടാ മോനെ. പേടിക്കണ്ടെന്നേ, ഇങ്ങോട്ട് മുമ്പോട്ട് വാ. അയ്യോ, എന്നെ ഒന്ന് ചേർന്ന് ഞാൻ കാലി പിടിക്കാം. എന്റെ ഗതി കേടുകൊണ്ട ആ വിമലാമ്മയും തമ്പി സാറും പറഞ്ഞനുസരിച്ച് മാഡത്തിനെതിരെ ഞാൻ ഓക്കെ 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 തനന്ന് മാറിക്കേ. അതൊന്നും എനിക്ക് കേക്കണ്ട. എന്തായാലും ഞാൻ രാധാകൃഷ്ണനെ വിളിച്ചത് ഉപദ്രവിക്കാനല്ല, ഒരു ഉപകാരം ആവശ്യപ്പെടാനാ. ഉപകാരോ? അതെ, വിമലാമ്മയ്ക്കും തമ്പിയങ്ങുന്നിനും രാധാകൃഷ്ണൻ ചെയ്തു കൊടുത്തതുപോലൊരു ഉപകാരം എനിക്കും ചെയ്യണം. അയ്യോ, പേടിക്കണ്ടെന്നേ. രാധാകൃഷ്ണന് കൈ നിറയെ പണം, അതും അവർ തന്നതിനേക്കാൾ കൂടുതൽ ഈ ഞാൻ തരും. അങ്ങനെ കാശെന്ന് കേൾക്കുമ്പോ എന്ത് നെറുകേടിനും കൂട്ടു നിൽക്കുന്നവനല്ല ഈ രാധാകൃഷ്ണൻ, മനസ്സിലായ? എത്ര രൂപ തരും? ഓ, തന്റെ ആക്രാന്തം ഒന്ന് പറയുന്നത് കേൾക്കണം. ശ്രദ്ധിച്ചു കേട്ടോണം. രാധാകൃഷ്ണൻ ആരും കാണാതെ താഴത്തെ വീട്ടിൽ ചെല്ലണം. അവിടെ ഒരു 30 പവൻ സ്വർണം ഉണ്ടാവും. അത് മാഡത്തിന് എങ്ങനെ അറിയാം? ഓ, എന്റെ ബുദ്ധി കൊണ്ട് താഴത്തെ വീട്ടുകാർക്ക് വരമായിട്ട് ലഭിച്ചതാ. ആ തിങ്ങ് താൻ പോയി അടിച്ചെടുത്തോണ്ട് വരണം. ചേട്ടാ, ഞാൻ ഈ സ്വർണ്ണം അടിച്ചോണ്ട് പോകാമെന്നാന്ന് വിമലാമ്മ എങ്ങനെ അറിഞ്ഞു? എന്തായാലും കാര്യം എളുപ്പമായി, ഇനി എടുത്തോണ്ടങ്ങ് പോയാ മതി. സബ് കളക്ടർ സാറിന്റെ അച്ഛനും അമ്മ എന്താ ഇവിടെ വിരുന്നിന് വന്നാ?
ചന്ദ്ര, സ്വർണം കിട്ടിയോ? ഇല്ല സർ. ആഭരണങ്ങൾ നിങ്ങൾ ഊരി വെക്കുന്നത് മറ്റാരെങ്കിലും കണ്ടിരുന്നോ? ഇവര് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ സർ. പറഞ്ഞു കേട്ടല്ലോ. ഉള്ള സത്യം അങ്ങ് പറഞ്ഞ നാലാളറിയാതെ ഞാൻ തടി ഊരിത്തരാം. എവിടാ മോഷ്ടിച്ച സ്വർണം? സൂക്ഷിച്ച് സംസാരിക്കണം. മര്യാദക്കല്ലെങ്കിൽ നിങ്ങളുടെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. അനാവശ്യം പറയുന്നു. നിങ്ങൾ വിചാരിച്ച തൊപ്പി തെറിപ്പിക്കാൻ പറ്റൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഡോ, ആളെയും കൊണ്ടുവന്നേ. ഞാൻ വന്നോളാം. നടക്കടാ. ആളുകളുടെ ഉപയോഗിച്ചൊന്നും ചെയ്യരുത്. അങ്ങോട്ട് കേറാ. ഇവിടെ വേടാ. സാറേ, ഇവനെ നിങ്ങൾ അറിയോ? പിന്നെ അറിയാതെ പറയടാ, നിന്റെ കയ്യിലെങ്ങനെ സ്വർണം വന്നത്? സത്യം പറഞ്ഞിട്ട് ചവിട്ടി നിന്റെ. സാറേ, ഞാനിങ്ങനെ വന്നപ്പോഴില്ലേ ഇവിടെ ഇങ്ങനെ വിമലാമേൻ തമ്പി സാറും കൂടെ വിൽക്കാൻ എന്നെ ഏൽപ്പിച്ചതാ. ചുമ്മാ ഞെട്ടുന്നതാ സാറേ. ആരും കാണാതെ വിറ്റ് കാശ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എടാ ദ്രോഹി, നീ നുണ പറയുന്നു. ആവശ്യത്തിന് ഇവിടെ തന്നിട്ടുണ്ടെന്ന്. സാറേ, ഇവൻ നുണ പറയുന്നതാ. ചതി, കൊടുംചതി. എന്തായാലും ഞങ്ങൾ ഇവന്റെ വാക്കങ്ങ് വിശ്വസിക്കുക. പോയി കേറ വണ്ടിയില്. ഒരു കാര്യം പറഞ്ഞാ പോലെ. സ്വർണം മോഷ്ടിച്ച് നിങ്ങളാ. അല്ല, വലിയ ബലംപെടുത്തൊന്നും വേണ്ട. നല്ല കുട്ടികളായിട്ട് ഒന്ന് വണ്ടി കയറ്. സാറേ, അവൻ കള്ളം പറഞ്ഞതാ. മിണ്ടരുത്. ചെന്ന് കയറോ. സബ് കളക്ടറുടെ അമ്മയച്ഛനും പണിയാകട്ടെ മോഷണവും. നാണമില്ല രണ്ടിനും. രണ്ടിനെ പിടിച്ച് വണ്ടിയെ കയറ്റോ. സർ, നടക്ക. നടക്കോട്ടെ. വിടുവോ? ഞാൻ കയറും. നല്ലോണം പിടിച്ചാറല്ലേ ചാടി പോകുന്ന ആളാ. ഇങ്ങോട്ട് കയറി സാർ, ഇങ്ങോട്ട് കയറി. സൈഡിലോട്ടിരി. എടാ ചതിയാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങട്ടെ. പിന്നെ എല്ലാം കൂടെ എനിക്ക് എന്തോ കൊടുക്കാനാ? പോലീസുകാർ എന്നെ ആവശ്യം പോലെ തന്നില്ലോ എന്റെ മുഖത്ത്. ഒരു കയ്യബദ്ധം എന്ന് പറയാം. അതല്ലെങ്കിൽ എന്റെയും കൂടി തെറ്റുകൊണ്ടെന്നും പറയാം. സ്റ്റീഫൻ സാറ്. മരിച്ചിട്ടില്ല. രാജീവോട് പറയാ. എന്നോട് പറയണ്ട. ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല.